ADGP MR അജിത് കുമാറിന്റെ മൊഴി DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും രേഖപ്പെടുത്തി. പോലീസ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുക്കൽ 1.5 മണിക്കൂർ നീണ്ടുനിന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ADGP MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിപ്പോൾ പ്രധാനമായും ഏതന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ മൊഴിയെടുക്കൽ? ഏതായാലും ഇപ്പോൾ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുകയാണ്. DGP ഇപ്പോൾ ഇവിടെ നിന്നും പോലീസ് ആസ്ഥാനത്ത് നിന്നും മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ADGP ഇതുവരെയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻവറിന്റെ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, ആ പരാതി DGPക്ക് കൈമാറിയിരുന്നു. അതിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മൊഴിയെടുക്കൽ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ സംശയം വരാൻ കാരണം ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടായിരുന്നല്ലോ. ആ വിഷയമാണോ ബന്ധപ്പെട്ടാണോ എന്നതാണ് സംശയം വരാൻ കാരണമായത്. തീർച്ചയായും മനു, ഏതായാലും ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിൽ അതും അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഏതായാലും അൻവറിന്റെ പരാതിയിലുള്ള മൊഴിയെടുക്കൽ, അതായത് ആദ്യഘട്ട മൊഴിയെടുക്കൽ ഇതിനു മുൻപ് കഴിഞ്ഞിരുന്നു. അതിനുശേഷം SIT സംഘം പ്രത്യേകമായിട്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നിപ്പോൾ 2ാം ഘട്ട മൊഴിയെടുക്കൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 1.5 മണിക്കൂറാണ് ഈ ഒരു മൊഴിയെടുക്കൽ നീണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും DGPയും SIT സംഘത്തിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ പോലീസ് ആസ്ഥാനത്ത് നിന്നും മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ADGP ഇതുവരെയായി പോലീസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മനു. ശരി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. DGP പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. PV അൻവറിന്റെ പരാതിയിൽ ആണ് ഈ 2ാം ഘട്ട മൊഴിയും രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.